പിന്നെ ഞാൻ കട്ട വിജയ് ഫാൻസ്. നമ്മളങ്ങനെ ഞെട്ടിയിരിക്കുക. സിനിമയിൽ വിജയിനെ കാണുകയാണെങ്കിൽ ലോകത്തിലെല്ലാവർക്കും താല്പര്യം. അല്ലെ രാഷ്ട്രീയക്കാരനായിട്ടല്ലോ. പൊളിറ്റിക്സിൽ ഇറങ്ങണോ? സിനിമ നടനെ കാണാതാണ് ഇഷ്ടം ഞങ്ങൾക്കൊക്കെ. രാഷ്ട്രീയത്തിൽ വരുവാ നല്ലത്. വിജയുടെ സിനിമ എന്ന് പറഞ്ഞൊരു പ്രത്യേകതയില്ലേ, രാഷ്ട്രീയത്തിലോട്ട് നീങ്ങുമ്പോൾ അതൊരു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വിജയ് മുന്നേറും. വിജയ്ക്ക് കൂടുതലും സിനിമയല്ലേ. വിജയ്ക്ക് സിനിമയാണ്. അത് പുള്ളിയുടെ ഇഷ്ടമാണ് ഓരോ ഇതിൽ ഇറങ്ങണമെന്നുള്ളത്. തമിഴക വെട്രിക്കഴകം നമ്മുടെ സൂപ്പർ സ്റ്റാർ വിജയ് ഒരു പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും താരമൂല്യമേറിയ താരമാണ് വിജയ്. അപ്പോൾ വിജയ് ഒരു പാർട്ടി രൂപീകരിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ മലയാളികളടക്കം സ്വീകരിക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം. അവർക്ക് ഇപ്പോൾ ഈ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കേണ്ട കാര്യമൊന്നും എന്തായാലും വിജയിക്കൊന്നും ഇല്ല. അപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയായിരിക്കും പുള്ളി. ഇപ്പം മൊത്തം അഴിമതിയും കാര്യങ്ങളൊക്കെ ആണല്ലോ എല്ലായിടത്തും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ അഴിമതി ഇല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇറങ്ങിയതെന്നാണ് തോന്നുന്നത്. വിജയ്ക്ക് സിനിമയാണ് ചേരുന്നത്. പിന്നെ വിജയ് ഒരുപാട് ആരാധകരുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുന്നത്. ഇതിനു മുൻപ് കമൽഹാസൻ അടക്കം പാർട്ടി രൂപീകരിച്ചിരുന്നു. അപ്പം അതൊക്കെ വിജയ് അതിൻ്റെ ഒരു പാതയാണോ പിന്തുടരുന്നത്? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കമൽഹാസനൊക്കെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം പണ്ട് തൊട്ടേ ഉണ്ട്. അപ്പോൾ പുള്ളി രാഷ്ട്രീയത്തിൽ അധികം അങ്ങ് ശോഭിക്കാൻ കഴിഞ്ഞിട്ടുമില്ല കമൽഹാസൻ. അത് കണക്കായിരിക്കത്തില്ല. വിജയ്ക്ക് അതിനെക്കാട്ട് നല്ലോണമൊക്കെ പ്രവർത്തിക്കാൻ പറ്റും. விஜய் அரசியலுக்கு ஒரு நல்ல விஷயம் தான். ஏன்னா அவர் இப்போது திமுக தமிழ்நாட்டில் திமுக அப்புறம் அதிமுக ரெண்டு கட்சி தான் அப்போ ஆட்சி பண்ணிகிட்ருக்கு. புதுசாக ஏதாவது ஒரு கட்சி வந்தால் பண்ணது அவங்க எப்படி சொல்கிறது, ஆட்சி சரியாக பண்ணணுன்னு தான் எனக்கு தெரியும். ரொம்ப மோசமாக தான் போயிட்டுருக்கு தமிழ்நாடோட நிலைமை. சரி விஜயாஜ் சீமான் ஒரு நல்லா அவர் நல்லா பேசிகிட்ருக்காரு. அவர் பண்ணுவார் சொல்லிட்டு எதிர்பார்த்துட்ருக்கு. இப்போது எனக்கு தெரிஞ்சு நெக்ஸ்ட் கிளாஸ் சீமான் அப்புறம் விஜய்ன்ட்டு இருக்கும்னு என்னோட தாட்ஸு. ஆனால் விஜய் வந்தால் எனக்கு தெரிஞ்சு நல்லா தான் இருக்கும். நான் ஓட்டு விஜய்க்கு தான் போடுவேன். இல்லை அது நான் நியூஸில் பார்த்த வரைக்கும் சினிமா நியூஸ் அப்டேட்ஸில் பார்த்த வரைக்கும் ஒரு அரசியலில் கொஞ்ச நாள் பண்ணிவிட்டு திருப்பி ஒரு 5-6 வருஷம் கழிச்சு கம்பேக் கொடுப்பாருன்னு சொல்லிட்டு எதிர்பார்க்குறோம். திருப்பி நடிக்கணும், அதான் எங்களோட ஆசை தான். ஆமாம், தளபதி ரசிகராக அதான் ஒரு ஆசை. അല്ല, വിജയുടെ സിനിമ കാണാനല്ലേ എല്ലാവരും ആഗ്രഹിക്കും. നല്ല സൂപ്പർ സ്റ്റാറാണ്. വിജയിനെ കുറിച്ച് രണ്ടഭിപ്രായം അതില്ല. രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയാൽ വലിയ ഇതുണ്ടാവില്ല, ഒരു താല്പര്യമല്ല. സിനിമാ നടനായിട്ട് കാണാനാണ് താല്പര്യം. எல்லாத்துக்கும் நல்ல செய்வார், உதவி செய்வார். പൊളിറ്റിക്സ് ഒരാളിപ്പോൾ ഭരിച്ചാലല്ലേ അറിയുള്ളൂ എങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന്. നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. പ്രതീക്ഷ എന്ന് വെച്ചാൽ പ്രതീക്ഷ ഉണ്ട്. ഇപ്പം മിക്ക സിനിമയും പാർട്ടി ബേസ്ഡ് അല്ലേ വിജയ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഒരാൾ ഭരിച്ച് നോക്കിയാലല്ലേ അറിയുള്ളൂ എങ്ങനെയാണ്. സിനിമയായിരിക്കും നല്ലത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും പുള്ളിക്കാരൻ? രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്നാൽ വിജയിക്കുമായിരിക്കും. പ്രതീക്ഷയുണ്ട്. സിനിമയേക്കാൾ കൂടുതൽ നല്ല രാഷ്ട്രീയമാണ്. എനിക്ക് വിജയ് സിനിമയിൽ തന്നെ നിൽക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. കാരണം ഞാൻ കൂടുതലും വിജയുടെ സിനിമകളാണ് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് അത്ര വലുതായിട്ടൊന്നും അറിയില്ല. വിജയ് എന്താ പറഞ്ഞ ഫിലിം ഫീൽഡിൽ തന്നെ കൂടുതലും സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. വർഷത്തിലൊരു പടം ഇറങ്ങുന്നുള്ളൂ, അതൊക്കെ നമുക്ക് ആഘോഷിച്ചിട്ട് കാണണം അല്ലേ? അതെ. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? ഒരു പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ വിജയല്ലേ ഇറങ്ങുന്നത്, അതുകൊണ്ട് തന്നെ ജനപിന്തുണ ഒരുപാട് കാണുമായിരിക്കും. ചേർന്ന സിനിമ തന്നെയാണ്. വിജയ്ക്ക് രാഷ്ട്രീയമാണോ ചേരുന്നത് അല്ല സിനിമയാണോ? സിനിമയാണ് ചേരുന്നത്. എന്തുകൊണ്ട്? നല്ല കോമഡിയൻ അല്ലേ, നല്ല നടൻ, നല്ല കോമഡിയൻ. വിജയെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിലൊക്കെ നല്ലത് സിനിമ തന്നെയാണ്. അത് വേറൊരു സത്യം. അത് രാഷ്ട്രീയ ലെവലിലല്ല, വിജയ് എന്നുള്ള ആ വ്യക്തിയെ ഉള്ള സ്നേഹം കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ മോഹൻലാലിനെ പോലെ തന്നെ. പുള്ളി വന്നു കഴിഞ്ഞാൽ തമിഴ്നാട് പുള്ളിയുടെ കയ്യിലായിരിക്കും. പുള്ളി വന്നാൽ തമിഴിലെ ജനങ്ങൾക്ക് നല്ല മാറ്റം വരും. സിനിമ ഇഷ്ടമാണ് പുള്ളിയുടെ? സിനിമ ഇഷ്ടമാണ്. പുള്ളിയുടെ ചോയ്സ് ആണല്ലേ? പുള്ളിയുടെ ചോയ്സാണ്. ഓരോരുത്തർ നമുക്ക് ഇറങ്ങി നമുക്ക് ഇറങ്ങാം, ഓരോരുത്തരുടെ ചോയ്സാണ്. നമ്മൾ ഭരണഘടന സ്വാതന്ത്ര്യം തരുന്നുണ്ടല്ലോ, അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അത് ഒരു വലിയ അടിയായിരിക്കും. ഇപ്പോൾ കമൽഹാസൻ പൊളിറ്റിക്സിൽ ഇറങ്ങി പരാജയപ്പെട്ട ആളാണ്. ശിവാജി ഗണേശൻ പരാജയപ്പെട്ട ആളാണ് തമിഴ്നാട്ടിൽ. വിജയകാന്ത് തമിഴ്നാട്ടിൽ പരാജയപ്പെട്ട ആളാണ്. നെപ്പോളിയൻ പരാജയപ്പെട്ട ആളാണ്. ശരത് കുമാർ പരാജയപ്പെട്ട ആളാണ്. രജനികാന്ത് പിന്മാറിയ ആളാണ്. പക്ഷെ വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ് ഇതിനുള്ള കരുക്കൾ വളരെ മുമ്പേ നീക്കിയിട്ടുണ്ട്. എല്ലാ മൂവിയിലും വിജയുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒളിഞ്ഞിരിക്കുന്ന നമുക്ക് കാണാം. കൃത്യമായ രീതിയിൽ ആധുനിക സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഒരു നല്ല രീതിയിലുള്ളൊരു മാറ്റം, അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു മാറ്റം വരുത്താൻ ആവശ്യമായ എല്ലാ ടെക്നിക്കുകളും ചെയ്തതിന് ശേഷമാണ് വിജയ് പൊളിറ്റിക്സിലേക്ക് വരുന്നത്. വിജയ് എന്ന ആൾക്ക് ഒരു ഭയങ്കര പിതൃത്വം കൂടുതലുള്ളൊരു മനുഷ്യനാണ്. ഞാൻ അയാളുടെ ഇതിനു മുമ്പുള്ള പല പ്രവൃത്തികളിൽ നിന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് പൊതുസമൂഹത്തിലുള്ള ആളുകളൊക്കെ മക്കളായിട്ട് സ്വീകരിക്കാനുള്ളൊരു മനസ്സ്, പിതൃത്വം എന്ന് പറയുന്ന സാധനം ലക്ഷം കൂടുതലാണ്. വിജയ്ക്ക് പൊളിറ്റിക്സ് ആണോ ചേരുന്നത്, അല്ല സിനിമയായിരിക്കും? ചെയ്യുന്നത് സിനിമയാണ് ചെയ്യുന്നത്. വിജയ് പൊളിറ്റിക്സിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും, ഒരു പ്രതീക്ഷ ഉണ്ടോ? ഒരു പ്രതീക്ഷയില്ല. പ്രതീക്ഷ അത് പറയാൻ പറ്റില്ല. പുള്ളി ഒരു ക്രൗഡ് പുള്ളർ ആണല്ലോ പല രീതിയിലും. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു ആൾക്കാർ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാം, ചിലപ്പം മാറിപ്പോകുന്ന ആൾക്കാരും കാണും. എന്നാലൊരു മാറ്റം തമിഴ്നാട്ടിൽ പ്രതീക്ഷിക്കാം അല്ലേ? ഒരുപാട് ഫാൻസ് ഉണ്ട് പുള്ളിക്കാരൻ. തമിഴ്നാട്ടിൽ മാത്രം പ്രതീക്ഷിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പുള്ളി ഇപ്പോൾ പുള്ളിയായിട്ട് തന്നെ നിന്നാൽ പോരെ, സിനിമയൊക്കെ അഭിനയിച്ച് ആ ഒരു പണി ചെയ്താൽ പോരെ, അല്ല ഈ അറിയാത്ത കാര്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരനെ പറ്റിയെന്ന് പറഞ്ഞൊരു ആക്ടിങ് ആണ്. രാഷ്ട്രീയം നല്ലതാണ്, പക്ഷെ എന്നാൽ പുള്ളിക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞൊരു ആക്ടിങ് ആണ്. നമുക്ക് വർഷത്തിൽ ഒരു പടം മാത്രമേ വിജയിൻ്റെ കിട്ടുന്നുള്ളൂ. അത് നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. അപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് കിടക്കുമ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടമാകുമെന്ന് തോന്നുന്നുണ്ട്. വർഷത്തിലൊരു പടം നമുക്ക് കിട്ടുന്നുള്ളൂ വിജയുടെ. ആകുമായിരിക്കാം. കാരണം പാർട്ടിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ പിന്നെ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പം സിനിമ അഭിനയിക്കുന്നതിൻ്റെ ഒരു ഗ്യാപ്പ് എടുക്കേണ്ടി വരുന്നില്ലേ? തീർച്ചയായിട്ടും അത് വേണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, പേഴ്സണൽ ഒപ്പീനിയൻ. സിനിമയിൽ ഒന്നുകൂടി എല്ലാവരും മുന്നിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ. സിനിമയിലാവും ഒന്നുകൂടി അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റായിരിക്കും. സിനിമ ഏറ്റവും നല്ല ബെറ്റർ സിനിമ തന്നെ. പുള്ളി ചുമ്മാ പാർട്ടിയിലൊക്കെ കയറുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുള്ള കാര്യം. കാരണം ഇനിയൊരു സിനിമ നമുക്ക് വർഷത്തിൽ ഒരു പടം കിട്ടുന്നുള്ളൂ വിജയൻ്റെ, ഇനി അതുണ്ടാവില്ല. അതുണ്ടാവില്ല. നല്ല വിഷമമുള്ള, കാരണം കേരളത്തിന്റെ ദത്തുപുത്രനല്ലേ വിജയ്. തലപതിയാ പുള്ളി, നല്ല നടനാ. അപ്പോൾ പുള്ളി സിനിമയിൽ നിന്ന് മാറുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ അത് വിഷമമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് എല്ലാവരും കേരളത്തിലുള്ള വിജയ് ഫാൻസിനെ സംബന്ധിച്ച് അങ്ങനെയാണ് വിഷമമുള്ള കാര്യം. രാഷ്ട്രീയത്തെക്കാൾ നല്ലത് സിനിമ തന്നെയാണ്. സിനിമയിലൂടെ പുള്ളി രാഷ്ട്രീയം പറയുന്നുണ്ട്. വിജയ് എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. സിനിമയായിരിക്കും നല്ലത്. അതെന്തായിരിക്കും? കാരണം ഞാൻ വിജയുടെ സിനിമയൊക്കെ കാണാറുണ്ട്, ഒരു വിജയ് ഫാനും കൂടി ആയിരുന്നു. രാഷ്ട്രീയത്തിൽ വന്ന വല്ല മാറ്റവും തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റും വിജയ്ക്ക്? മാറ്റം വരുത്തുമായിരിക്കും. അല്ല, ആൾ ഇത്രയും കാലം സിനിമയിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആളല്ലേ. കുറച്ചു കാലം രാഷ്ട്രീയത്തിൽ പയറ്റി നോക്കട്ടെ. അത്യാവശ്യത്തിലൊരു ഫിനാൻഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാവുമ്പോൾ രാഷ്ട്രീയത്തിൽ കുറേയും കൂടെ എനിക്ക് തോന്നുന്നു ശോഭിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ഫാൻസിൻ്റെ ഒരു പിന്തുണയും കൂടെ ഉണ്ടല്ലോ, അപ്പം നല്ല കാര്യം. അപ്പോൾ നമുക്കൊരു വർഷത്തിൽ ഒരു പടമൊക്കെ വിജയൻ്റെ കിട്ടുന്നുള്ളൂ, ഇനി അതും കിട്ടില്ല. അപ്പം നമുക്കൊരു സങ്കടമല്ലേ? ആവശ്യത്തിൽ കൂടുതൽ പടങ്ങൾ അഭിനയിച്ച് കഴിഞ്ഞുവല്ലോ, പുതിയ ആൾക്കാരൊക്കെ വരട്ടേന്നേ. അപ്പോഴും ഒരു സ്റ്റേജിൽ നിന്നിട്ട് പോകുമ്പോഴല്ലേ പുതിയ ആൾക്കാർ വരാനും, അല്ലെങ്കിൽ വിജയം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഫീലിങ്സ് നിലനിൽക്കാനും നല്ലതല്ലേ. അപ്പോൾ രാഷ്ട്രീയത്തിൽ വന്ന വല്ല മാറ്റവും തമിഴ്നാട്ടിലുണ്ടാവുമോ? സാധ്യത ഇല്ലാതില്ല. കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് കൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഗ്ലാമർ ലൈഫ് വിട്ടിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് കൊണ്ടായിരിക്കാം. മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ആ ഒരു പ്രവൃത്തിയും കാര്യങ്ങളും എല്ലാം അതേപോലെയാണ് പുള്ളി പ്രവർത്തിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് വിജയം തന്നെ ഉണ്ടാവുള്ളൂ. അതില്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കുള്ളൂ. വർഷത്തിലൊരു പടങ്ങളായിരിക്കും, 1-2 പടങ്ങളായിരിക്കുമല്ലോ പുള്ളിയുടെ വന്നത്. അത് കാണാൻ പല പ്രേക്ഷകരും അത് ഇറങ്ങുമ്പോൾ തന്നെ തലക്കിടിയാണ്. വെളുപ്പിന് തന്നെ രാത്രിയൊക്കെ വന്ന് നിൽക്കലാണ്. അത് ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. എന്തെങ്കിലും മാറ്റം തമിഴ്നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ വിജയ്ക്ക്? തമിഴ്നാടല്ലാണ്ട് കേരളത്തിൽ വന്നാലും എന്തെങ്കിലും മാറ്റം കിട്ടിയാൽ നല്ലതായിരിക്കും. കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. അത് പിന്നെ തീർച്ചയായിട്ടും അത് പറയാനില്ലല്ലോ. കാരണം എങ്ങനെയാണോ പുള്ളി ഫിലിമിൽ ഇത്രയും ആരാധകരുണ്ടായിരുന്നത് എന്ന മാതിരി തന്നെ പാർട്ടിയിൽ വന്നാലും ഒരുമിച്ച് തന്നെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും. പുള്ളിയൊരു ആക്ടറാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് പിന്നെ പുള്ളിയുടെ ഇത് വെച്ചല്ലേ നമുക്കൊരു ഓപ്ഷൻ പറയാൻ നമ്മളെക്കൊണ്ട് പറ്റൂല. പക്ഷെ ഒരു ഫിലിം സ്നേഹിക്കുന്ന രീതിയിൽ പോയതിലൊരു വിഷമമുണ്ട്. അത്രേ ഉള്ളൂ. അതിൽ തീർച്ചയായിട്ടും ഒരു വിഷമമുണ്ട്. തീർച്ചയായിട്ടും
തമിഴ്നാട്ടിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പുള്ളിയുടെ ഒരു ക്യാരക്ടർ വെച്ച് അതിൽ പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ നമ്മുടെ വിജയ് പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു, രാഷ്ട്രീയത്തിലും ഇറങ്ങി. പക്ഷേ ഭൂരിഭാഗം പേർ പറയുന്നത് വിജയ് സിനിമയിൽ തന്നെ നിലനിൽക്കണമെന്നാണ്. വിജയുടെ സിനിമകൾ വർഷത്തിൽ ഒന്ന് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അത് നമ്മൾ ആഘോഷിച്ച് അർമാദിച്ച് കാണണം എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ മാറ്റങ്ങൾ ഒരുപാടുണ്ടാകുമെന്നും പലരും അഭിപ്രായപ്പെടുന്നു. എന്തായാലും നമുക്ക് വിജയ്ക്കൊരു അവസരം കൊടുത്തു നോക്കാം. തമിഴ്നാടിനെ വിജയ് മാറ്റിമറിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം.